മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ജിത്തു മാധവൻ നടിപ്പിൻ നായകൻ സൂര്യ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനാകുന്ന സിനിമ ഒരു സൂര്യ 47 എന്ന് താൽക്കാലികമായിട്ട് പേരിട്ട ഒരു സിനിമ പുറത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമയിൽ സൂര്യ കുറേ വർഷത്തിന് ശേഷം ഒരു പോലീസ് വേഷത്തിലാണ് വരുന്നത്. ഒരു ക്രേസി കോപ്പായിട്ടുള്ള രീതിക്കാണ് പുള്ളി ഈ ഒരു സിനിമയിൽ വരുന്നത്. ജിത്തു മാധവൻ്റെ കാര്യം നമുക്കറിയാം. എടുത്ത സിനിമകളൊക്കെ നല്ല കിടില സിനിമകളാക്കി ഹിറ്റ് അടിച്ച ഒരു ഡയറക്ടറാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ അടുത്ത് പുള്ളിയുടെ ഇറങ്ങിയത് ആവേശ സിനിമയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആ സിനിമ എത്രത്തോളം ഹിറ്റായിരുന്നു, ആ ഒരു ഫഹദ് ഫാസിൽ ചെയ്ത ക്യാരക്ടറും എത്രത്തോളം റീച്ചായിരുന്നു എന്നുള്ളത്. അപ്പം അതുപോലുള്ളൊരു ഡയറക്ടർ അതുപോലുള്ളൊരു നല്ലൊരു ആക്ടറുമായിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു മാജിക്ക് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുതന്നെയല്ല, പുള്ളി ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ അല്ലാതെ ഒരു പുറത്തുനിന്ന് ഒരു ആക്ടറിനെ എടുത്ത് സിനിമ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം സൂര്യ ഒരു പോലീസുകാരനാണ്. അതേപോലെ തന്നെ സൂര്യ ഇതിനകത്തൊരു തമിഴ്നാട്ടുകാരനായിട്ടും ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കുവാണെങ്കിൽ തന്നെ കാസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം. നസ്ലീൻ ആണെങ്കിലും നസ്രി ആണെങ്കിലും ഫഹദ് ഫാസിൽ ആണെങ്കിലും പിന്നെ നമ്മുടെ ആ ഒരു രംഗണ്ണൻ്റെ കൂടെ നിന്ന് ആ ഒരു കഥാപാത്രമായിട്ട് ചെയ്ത പുള്ളിക്കാരനും ഈ ഒരു സിനിമയിലുണ്ട്, സജിൻ ഗോപു എന്ന് പറഞ്ഞ് പുള്ളി ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ട് എറണാകുളത്ത് വെച്ച് നടക്കാൻ പോവാണ്. ഡിസംബർ 8-ാം തീയതി ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവർ ലൊക്കേഷനൊക്കെ നോക്കി തുടങ്ങിയതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് തന്നെ. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങുവാണെങ്കിൽ ഒരു സൂര്യയുടെ ഒരു കിടിലിനൊരു പടം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഒരു വൈബായിട്ടുള്ളൊരു സിനിമയായിരിക്കും. എന്തായാലും തമിഴ് ഓഡിയൻസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംവിധായകൻ തന്നെയാണ് നമ്മുടെ ജിത്തു മാധവൻ എന്ന് പറഞ്ഞ സംവിധായകൻ. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് സുഷീൻ ശ്യാം. പുള്ളിക്കാരനാണെങ്കിൽ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് പുള്ളിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം പറയുന്നത് പുള്ളിയെ മാറ്റി റീപ്ലേസ് ചെയ്ത് ജെയ്ക്സ് ബിജോയ് ആണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ജിത്തു മാധവനും സുഷീൻ ശ്യാമും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. എങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ജെയ്ക്സ് ബിജോയ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഹെവി ഐറ്റങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആര് വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവർ രണ്ടുപേരിൽ ഈ ഒരു സിനിമയിൽ ആരായിരിക്കും മ്യൂസിക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെ പേരാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. എന്തായാലും ഈ ഒരു സിനിമ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂര്യ ചിത്രം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടനെ വെച്ച് ജിത്തു മാധവൻ ഒരു പോലീസ് സ്റ്റോറി ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അത് പിന്നീട് ഡ്രോപ്പായിപ്പോയി. അപ്പം ആ സിനിമയുടെ കഥ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ആ സിനിമയാണ് ഇതെന്നും ഒരു സംസാരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എറണാകുളത്താണെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ആൾക്കാർ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റിനെ അവരിപ്പോഴേ തേടി തുടങ്ങി. കാരണം നമുക്ക് ഇതുപോലെ കുറച്ച് ഇതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുള്ളൊരു സംഭവമൊക്കെ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം എന്തായാലും കൺഫേം ആണ്. ഈ പ്രോജക്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. ഡിസംബർ 8-ാം തീയതി ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുവാണ്. എന്തായാലും ഒരു കിടിലൻ പടം തന്നെ ആയിരിക്കട്ടെ. ഇപ്പം നിലവിൽ സൂര്യയുടെ കരിയറിലെ ഏറ്റവും ഒരു ഹൈപ്പുള്ള ഒരു സിനിമ സൂര്യ 47 ആണ്. ഇപ്പം വരാൻ പോകുന്ന 2 സിനിമയെക്കാട്ടിലും കൂടുതൽ ഹൈപ്പ് ഈ സിനിമയ്ക്കാണ്. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിക്ക് തന്നെ വരട്ടെ. ഒരു കിടിലിനൊരു വൈബ് പടമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.